ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്റ്റ് ഫാമിലി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഓപ്പേറിന് വരുന്നതിന് മുമ്പ് ഒരു കുട്ടി മിനിമം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഹോസ്റ്റ് ഫാമിലി ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പം ഓപ്പെയർ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഫാമിലി ചൂസ് ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ എന്നെപ്പോലെ എന്നുവെച്ചാൽ എനിക്കൊന്നും അറിയാതെ വന്നു എന്നല്ല, എനിക്ക് എന്താണ് ഓപ്പെയർ, എന്തൊക്കെയാണ് നമ്മൾ എല്ലാ ഓപ്പെയറിന് വരുന്ന സ്റ്റുഡൻസിനെ പോലും എനിക്ക് എന്താണ് ഓപ്പെയർ എന്ന് നല്ല ബോധം ഉണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യണം, എന്താണ് ഓപ്പെയർ എന്നറിയായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഒരു ഹോസ്റ്റ് ഫാമിലി ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യം തന്നെ ഇപ്പം എല്ലാവരും A1 എക്സാം ഇൻക്ലൂഡിങ് ഞാൻ A1 എക്സാം എഴുതിയിട്ടാണ് ജർമ്മനിയിലേക്ക് ഓപ്പെയർ ചെയ്യാൻ വന്നത്. A1 എക്സാം എഴുതി വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മിനിമം B2 വരെ പഠിച്ചിരിക്കണം. B2 വരെ പഠിച്ചിട്ട് നിങ്ങൾ A1 എക്സാം എഴുതി വന്നോ ഒരു കുഴപ്പമില്ല. അല്ലാതെ ജസ്റ്റ് A1ഉം A2ഉം ചെയ്തിട്ട് അല്ലെ A1 മാത്രം പഠിച്ച് A1 എക്സാം എഴുതി വരാൻ നിൽക്കരുത്. അതെന്താണ് ഞാൻ പറയുന്നത് ഞാനിനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഓപ്പെയർ എന്ന് പറയുന്നത് 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും, എൻ്റെ വിചാരം ഇങ്ങനെ ആയിരുന്നു, ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് B2 എഴുതിയെടുത്താൽ മതിയല്ലോ, എനിക്ക് സമയമുണ്ടല്ലോ, എൻ്റെ മുന്നിൽ ഒരു വർഷം ഉണ്ടല്ലോ എന്നതായിരുന്നു എൻ്റെ മുന്നിൽ ഞാൻ വിചാരിച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ വന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ എനിക്ക് അടുത്ത സെപ്റ്റംബറിൽ കയറണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് എൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങണം. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻസ് ഞാൻ 6 മാസത്തിനുള്ളിൽ എൻ്റെ B2 എഴുതിയെടുത്താലേ എനിക്ക് ആപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്കിനി ഒരു വർഷം കൊണ്ട് ഞാൻ സെപ്റ്റംബറിന് മുമ്പ് ഓഗസ്റ്റിൽ എക്സാം എഴുതി എനിക്ക് സെപ്റ്റംബറിലേന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് B2 വരെ പഠിച്ചിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അവർക്കത് ഈസി ആയിരിക്കും. ഇവിടെ വന്നിട്ട് B1 B2 എക്സാം എഴുതാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ B2 വരെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വേണം ഇവിടെ ഓപ്പെയർ ചെയ്യാൻ ജർമ്മനിയിലേക്ക് വരാൻ. അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളെ ഏജൻസീസ് പറയും നമ്മളോട് ഇന്ന ഒരു വർഷം കൊണ്ട് എഴുതിയെടുത്താൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരം തന്നെ സാലറി കിട്ടും, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ അവരതിൻ്റെ പോസിറ്റീവ് സൈഡ് അതൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ അവരതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഓപ്പെയറിന് നമുക്കറിയാത്ത ഒരു മറുവശം കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ കണ്ട് അതും മനസ്സിലാക്കി വരുന്ന എന്ത് സിറ്റുവേഷൻ വന്നാലും ഫേസ് ചെയ്യാം എന്ന രീതിയിൽ തന്നെ വേണം ഓപ്പെയറിന് ഓരോ സ്റ്റുഡൻസും വരാൻ. പിന്നെ എക്സ്പെക്റ്റേഷൻ, ഒരുപാട് കുട്ടികൾ എക്സ്പെക്റ്റേഷൻ കുറേ വെച്ചിട്ടാണ് ഓപ്പെയറിന് വരുന്നത്. പക്ഷേ എക്സ്പെക്റ്റേഷനിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് വരുമ്പം അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു ജർമ്മൻ ഹോസ്റ്റ് ഫാമിലിയിലോട്ട് വന്ന് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ഇപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ഫോൺ കോളിൽ കൂടെ ഒരാളെ മനസ്സിലാക്കാനോ എടുക്കാനോ പൂർണ്ണമായിട്ടും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഫാമിലി എങ്ങനെയാണ് എന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം അത് മനസ്സിലാക്കാനും എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് ജർമ്മനിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം, അതാണ് ഇതാണ് അങ്ങനെയൊന്നും കരുതി നമുക്ക് വരാൻ പറ്റത്തില്ല. കാരണം FSJയോ ഹൗസ് ബിൽഡിങ്ങോ ചെയ്യുന്ന ഒരാൾ, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് എന്തൊരു കാര്യത്തിനും ഓക്കെ ഫാമിലി ഇല്ലെങ്കിലും നമുക്ക് കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഓപ്പെയറിന് വരുന്ന ഒരാൾ ആ ഫാമിലിയിൽ ഒറ്റപ്പെട്ട് വേണം ജീവിക്കാൻ. നമ്മളിവിടെ നല്ലതുപോലെ ഒറ്റപ്പെടും. എനിക്കിപ്പം ഇവിടെ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട്. എന്നാലും ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്, നമ്മളൊരു ഫാമിലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കാണുന്നതിലും എടുക്കുന്നതിലും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ വർക്കുണ്ട്, വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാമിലി നല്ലതാണെങ്കിൽ നമ്മൾ ഒരുവിധമൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് നമ്മളെ എടുത്ത് തലയിൽ വെക്കും, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കും. അങ്ങനെ അവർ ഓപ്പറിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കങ്ങനെ ഇവരിപ്പോൾ പറയുമ്പോൾ ഈ ഫാമിലിയിൽ ഒരാളാണ്, എനിക്കിവിടെ എല്ലാ കാര്യത്തിനും എന്താണ് ഫ്രീഡമാണ്, അതാണ് എന്നുണ്ടായാലും നമ്മളൊരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ +2 കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികളിൽ 99% അല്ലെങ്കിൽ 90% പേരും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവില്ല. ഇത്രയും നാളും വീട്ടിൽ നിന്ന് പഠിച്ച കുട്ടികളായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ട് പോയി വരുന്ന സ്ഥലമല്ല ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് നമ്മൾ പിന്നെ നമ്മുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം ഇവിടെ വന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. പിന്നെന്താ, നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഇല്ല. ഓപ്പെയർ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട് നമ്മൾ ആ ഫാമിലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, നമ്മുടെ മദർ ടങ് സംസാരിക്കാൻ ഒരാളില്ല ഇവിടെ. പിന്നെ നമ്മുടെ പ്രശ്നം, നമുക്ക് ഫോണിൽ എപ്പോഴും എല്ലാവരും അവൈലബിൾ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഡിപ്രഷൻ അല്ലെ, അതൊക്കെ നമ്മൾ മനസ്സിൽ ഞാനിനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കണം, അതൊക്കെ മനസ്സിൽ ഇതാക്കിയിട്ട് വേണം വരാൻ. അല്ലാതെ പെട്ടെന്ന് എനിക്കിവിടെ വന്ന് അങ്ങനെയാണ്, അടിപൊളിയാണ്, ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക്
അങ്ങനൊന്നും ചിന്തിച്ച് കുറേ എക്സ്പെക്റ്റേഷൻ കൊണ്ടൊന്നും ആരും കയറി വരരുത്. കാരണം എക്സ്പെക്റ്റേഷൻസ് കൂടി പോകുമ്പോഴാണ് നമുക്ക് അതുപോലെ ഈ റിയാലിറ്റിയിലോട്ട് അടുക്കുമ്പോൾ പ്രശ്നങ്ങളും ഡിപ്രഷനും ഒക്കെ കൂടി കൂടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. പിന്നെ ആദ്യത്തെ ഒരു മാസം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇവിടുമായിട്ട് മെൻ്റലി ഒന്ന് ഓക്കെ ആയി വരാൻ. പിന്നെ ഫാമിലി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ മാത്രം ആവശ്യമല്ല, ഒരു ഓപ്പേറിനെ വേണമെന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമാണ്. അപ്പം ഫാമിലി ചൂസ് ചെയ്യുമ്പം ഇപ്പം എങ്ങനെയെങ്കിലും എനിക്കിങ്ങ് ജർമ്മനിയിൽ വന്നാൽ മതി, അതുകൊണ്ട് അവർ പറയുന്ന എല്ലാം സമ്മതിച്ച് നിങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ വന്നാൽ മതി, എങ്ങനെയെങ്കിലും. അതുകൊണ്ട് ഞാനൊരു ഫാമിലിയായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് ഇപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വലിയ കാര്യമായിട്ട് വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാനതുകൊണ്ട് അവർ സംസാരിച്ച് അവർ പറഞ്ഞതിനെല്ലാം ഞാൻ ഓക്കെ പറഞ്ഞു. എന്താണ് എൻ്റെ ഡ്യൂട്ടീസ് എന്ന് ഞാൻ അവരോട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുറച്ച് ഹൗസ് ഹോൾഡ് വർക്കുണ്ട്, എന്നാൽ ഇന്നത് ചെയ്യണം. അപ്പോൾ എനിക്ക് അന്നേരം അത് ഓക്കെ ആയിരുന്നു. ചെറിയ ചെറിയ വർക്കല്ല, അതിനെന്താ, അത് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് സംസാരിച്ച പാടെ ഞാൻ അവരോട് ഓക്കെ, എനിക്ക് എങ്ങനെയും ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. പെട്ടെന്ന് വരിക, ഏജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പം വേഗം വരിക, വേഗം വന്ന് എന്തുവാന്ന് വെച്ചാൽ സെറ്റാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയതുപോലെ ആർക്കും പറ്റരുത്. നിങ്ങൾ ഫസ്റ്റ് ഒരു ഫാമിലി ചൂസ് ചെയ്യുമ്പോൾ മിനിമം അവരുമായി 2-3 തവണ വീഡിയോ കോൾ ചെയ്യുക. അവരോട് നല്ലതുപോലെ സംസാരിച്ചതിന് ശേഷം ആ ഫാമിലി ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മതി. അവരോട് കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടീസ്, അവരൊരു ഡ്യൂട്ടീസ് പറയും. അപ്പം അത് എന്താണ്, എന്നിട്ട് അവർ പറയുന്ന ഡ്യൂട്ടീസ് കഴിയുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ അവരൊരു ഓപ്പേറിൻ്റെ ഡ്യൂട്ടീസ് ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ അവരോട് ചോദിക്കണം, ഈ ഡ്യൂട്ടീസ് കൂടാതെ നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. അപ്പം ഓൾമോസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പറയും. കാരണം ഞാൻ ഇവിടെ ആദ്യം കയറി വന്നത് കൂട്ടല്ല, ഞാൻ രണ്ടാമത് ഫാമിലി ചേഞ്ച് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 ഫാമിലിയിൽ കൂടുതൽ ഞാൻ സംസാരിച്ചു, വീഡിയോ കോൾ ചെയ്തു. വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് രണ്ടാമതൊരു ഫാമിലി ചൂസ് ചെയ്തത്. കാരണം എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇനി നോക്കേണ്ടത് എന്നെല്ലാം എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ രണ്ടാമതൊരു ഫാമിലി ചൂസ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 10 ഫാമിലിയോട് സംസാരിച്ച് 11 ഫാമിലിയോട് സംസാരിച്ചെന്ന് പറയുമ്പം ഞാൻ ജർമ്മനിയിലാണ്. നിങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് 10-11 ഫാമിലിയോട് ചിലപ്പോൾ സംസാരിക്കാം. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഒരു 3-4 ഓപ്ഷൻസ് എന്തായാലും കാണും. 3-4 ഫാമിലിയോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയും ഫാമിലിയോട് ഞാൻ ഇവരോട് കറക്റ്റ് ചോദിച്ചു. കാരണം ഞാൻ ഫസ്റ്റ് ഫാമിലിയിൽ എനിക്ക് നല്ല വർക്കുണ്ടായിരുന്നു. വർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നെഗറ്റീവ് അടുപ്പിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഫാമിലിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞ് ഈ ഓപ്പേറിന് വരാനിരിക്കുന്നവരെയും അങ്ങനെ നെഗറ്റീവ് അടുപ്പിക്കുന്നില്ല. ഓപ്പേർ ചൂസ് ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഓപ്പേർ ചൂസ് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനം തന്നെയാണ്. എനിക്കിപ്പോൾ ഓപ്പേർ ചൂസ് ചെയ്തത് മണ്ടത്തരമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു നല്ല തീരുമാനം തന്നെയാണ്. ഞാനിപ്പോൾ നല്ല രീതിയിൽ ഫാമിലി ചൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ്, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളും ഫാമിലി ചൂസ് ചെയ്യാൻ നേരം നല്ലപോലെ ശ്രദ്ധിക്കുക. അവരോട് ചോദിക്കുക എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയുന്ന ഡ്യൂട്ടീസ് കഴിയുമ്പോൾ ഇതിന് പുറമേ ഞാൻ എന്തെങ്കിലും ഡ്യൂട്ടീസ് അവിടെ ചെയ്യേണ്ടി വരുമോ. ഞാൻ ചോദിച്ച ഫാമിലീസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ 10 ഫാമിലിയോട് സംസാരിച്ചെന്ന്. അവരെല്ലാം ഞാൻ ഇതിന് പുറമെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യേണ്ടവർ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവരങ്ങനെയൊക്കെ നിങ്ങളെ കള്ളം പറയത്തും എടുക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അവർക്കങ്ങനെ ചോദിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. ഓപ്പണായിട്ട് ചോദിക്കുന്നവരെ തന്നെയാണ് ജർമ്മൻകാർക്ക് കൂടുതൽ ഇഷ്ടം. സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഫാമിലി നിങ്ങളുടെ ഫ്രീ ഡേയ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ദിവസമാണ് ഫ്രീ ഉള്ളത്, പിന്നെന്താണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുണ്ടോ അതെല്ലാം ചോദിക്കണം. നിങ്ങൾ അത്യാവശ്യമായിട്ടും ചോദിക്കേണ്ടത് നിങ്ങളുടെ വർക്കിൻ്റെ കാര്യമാണ്. നിങ്ങളിതൊക്കെ എന്തായാലും ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് ഇപ്പം അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പം +2 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ പറ്റുമോ. ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഫേസ് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ നിന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഉറപ്പായിട്ടും +2 ഒക്കെ കഴിഞ്ഞ് വരുന്ന കൊച്ചു പിള്ളേർ, അപ്പം അവർക്ക് ഫാമിലിയിൽ നിന്ന് പോലും മാറി നിന്നിട്ടില്ല. പെട്ടെന്നൊരു വീട്ടിലോട്ട് വന്ന് ഇത്രയും നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾക്ക് ജോലി ചെയ്യുന്നതല്ല, ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന പ്രശ്നം, ഒറ്റപ്പെടുന്ന ഇതൊന്നും പറയത്തില്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഫാമിലിയോട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഹോസ്റ്റ് ഫാമിലി തിരഞ്ഞെടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ഫാമിലി ചൂസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവല്ല, ഒരു വലിയ കാലയളവാണ്. അപ്പോൾ ആ ഒരു വർഷം നമ്മൾ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ
അതുപോലെ നിങ്ങൾ ഫാമിലിയുമായിട്ട് സംസാരിച്ച് അവർ നമുക്ക് കോൺട്രാക്റ്റ് തരും. അപ്പോൾ കോൺട്രാക്റ്റ് തരുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയല്ല. കറക്റ്റ് ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങളും അവരെഴുതിയേക്കുന്ന എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം കൃത്യമായി വായിച്ചതിന് ശേഷം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. പിന്നെ ഇപ്പം എനിക്ക് അന്നത്തെ സമയത്ത് ഈ ടിക്കറ്റ് റീഫണ്ടിൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഫാമിലിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് തരാനുള്ള ഇതൊക്കെ ഫാമിലിക്കുണ്ട്. പക്ഷേ അതേപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലി ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലവർ നമ്മളോട് ഇങ്ങോട്ട് പറയും. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചോദിക്കണം നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾ റീഫണ്ട് ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ടിക്കറ്റ് അവർ പറയും ചെയ്ത് തരാം. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരിക്കൊക്കെ ആണെങ്കിൽ അവർ മാസം 30 യൂറോ വെച്ച് ടിക്കറ്റിൻ്റെ പൈസ എക്സ്ട്രാ ഈ സാലറിയുടെ പുറമേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ വന്നായിരുന്നു ലാപ്പ് കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നല്ല ക്ലാരിഫൈ ചെയ്തതിന് ശേഷം വേണം ഒരു ഹോസ്റ്റ് ഫാമിലി തിരഞ്ഞെടുക്കാൻ. അല്ലാതെ ചാടിക്കേറി ആരും വരരുത്. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ അവർക്കൊക്കെ ഓപ്പണായിട്ട് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൂടെ എന്ന് വെച്ചാൽ എല്ലാവരെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തായിട്ട് ഞാനൊരാളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ചിലവർക്കൊക്കെ അവരിവിടെ ഓപ്പറേയാണ് ചെയ്യുന്നതെന്ന് അധികം ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കാര്യം പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ വില്ലിങ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ചൂസ് ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എൻ്റെ വർക്ക്, ഡ്യൂട്ടി ടൈം, ലീവ്, ഡോയിഷ് ക്ലാസ്, എനിക്ക് എന്തൊക്കെ ഡൗട്ടുണ്ടോ ഞാൻ എന്തൊക്കെ അവിടെ സ്ട്രഗിൾ ചെയ്തോ അതെല്ലാം ഇവിടെ ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓക്കെ ഇവരാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടാണ് എനിക്ക് കുറേ പേരോട് സംസാരിച്ച് ഞാൻ 3 പേരെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 1 മണിക്കൂർ 20 മിനിറ്റ് അങ്ങനെ എന്തോ ഞാൻ ഇവരുമായിട്ട് ഒരു ദിവസം സംസാരിച്ചു. ഒരു വൈകുന്നേരം ഇരുന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത്രയും സമയം ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഫാമിലി ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഓപ്പെയർ ഫാമിലി ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ലക്കല്ല നമുക്കൊരു ഫാമിലി കിട്ടുക എന്നുള്ളത്. ഇപ്പം നിനക്ക് നല്ല ഫാമിലി കിട്ടുക എന്നുള്ളത് ലക്കല്ല. ഉറപ്പായിട്ടും നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതിൽ കുറച്ച് എഫേർട്ട് ഇടണം. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചാലേ ഞാൻ സംസാരിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയാലേ എനിക്ക് നല്ലൊരു ഫാമിലിയിൽ എത്താൻ പറ്റത്തുള്ളൂ. സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ കാരണമേ ആ 2 മാസം ഞാൻ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പം അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഉറപ്പായിട്ടും ഇപ്പം ഓപ്പയറിന് വരാൻ നിൽക്കുന്നവരാരും പേടിക്കണ്ട. എനിക്കിവിടെ ഒത്തിരി ഫ്രണ്ട്സിനെ അറിയാം ഓപ്പയർ ചെയ്യുന്നത്. അവർക്കാർക്കും ഇപ്പം അവർ ഫാമിലി ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. നല്ല ഫാമിലിയാണ്. നല്ലപോലെ സംസാരിച്ചിട്ടാണ് വന്നത്. ഒരു കുഴപ്പമില്ല. ഫാമിലിയിൽ വന്നിട്ട് FSJയിലോട്ട് മാറി ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഇപ്പോൾ എല്ലാവരും പറയുന്ന കൂട്ട് ഓപ്പയർ അത്ര മോശപ്പെട്ട കാര്യം അങ്ങനെയൊന്നുമല്ല. നല്ലൊരു ഫാമിലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഓപ്പയർ നല്ലൊരു ഓപ്ഷനാണ്. ഈസി വേ ആണ്. ഇപ്പോൾ FSJയിലും ഹൗസ് ബിൽഡിങ്ങിലൊക്കെ ഡയറക്റ്റ് കയറി വരിക എന്ന് വെച്ചാൽ B2 എക്സാം നാട്ടിൽ നിന്ന് എഴുതി B2 ഇപ്പം എക്സാം തന്നെ ഒരു കച്ചവടമാക്കി മാറ്റിയേക്കുക. അപ്പോൾ എക്സാമൊക്കെ എഴുതിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് A1 എഴുതി ഓപ്പയറിന് വരിക എന്നുള്ളത്. പിന്നെ എന്താണ് പറയുന്നത് എല്ലാവർക്കും ലക്കെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പം എല്ലാവർക്കും കിട്ടിയിട്ട് നല്ലൊരു ഫാമിലി എനിക്ക് കിട്ടിയിട്ട് നല്ല ഫാമിലി വേറൊരാൾക്ക് കിട്ടണമെന്നില്ല. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്ര ബാഡ് എക്സ്പീരിയൻസ് ഇപ്പോൾ പറയാൻ മാത്രം ബാഡ് എക്സ്പീരിയൻസ് ഇറക്കി വിട്ടു തല്ലി അങ്ങനെ ഞാനിതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അത് കഴിപ്പിച്ചു അവരെ കൊണ്ട് കഴിക്കാത്ത ഫുഡ് കഴിപ്പിച്ചു അവരെ ഇറക്കി വിട്ടു രാത്രി വെളിയിലിറക്കി അവരോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒരു എക്സ്പീരിയൻസും എനിക്കിപ്പോൾ ഇവിടെ ഓപ്പയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒരു 10-15 പേരുണ്ട്. പിന്നെ അല്ലാതെ ഓപ്പയർ ചെയ്ത ഒരുപാട് പേരെ എനിക്കറിയാം. അവരിൽ നിന്ന് ആർക്കും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് കേട്ടിട്ടില്ല. കാരണം നമ്മൾ കോൺട്രാക്റ്റ് ഒക്കെ എഴുതിയാണ് വരുന്നത്. ഇപ്പോൾ ഫാമിലി കൊള്ളത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ ഫാമിലി ചേഞ്ച് ചെയ്തില്ലേ, ഫാമിലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടും ഇപ്പോൾ 1, 2, 3, 4 ഫാമിലി മാറുന്നവരുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ചേഞ്ച് ചെയ്യാനും അങ്ങനെ നമ്മളെ ഒരു ദിവസം രാത്രിയിൽ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മളെ പറഞ്ഞു വിടണമെങ്കിൽ 14 ദിവസത്തെ കോൺട്രാക്റ്റ് നോട്ടീസ് പീരീഡ് തന്ന് പറഞ്ഞു വിടാനേ നമുക്ക് ഫാമിലി ചൂസ് ചെയ്ത് വേറൊരു ഫാമിലി കിട്ടിയതിന് ശേഷം പറഞ്ഞു വിടാനേ എല്ലാ ഹോസ്റ്റ് ഫാമിലിക്കും പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ടതില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെന്താണ് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓപ്പയറിന് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉറപ്പായിട്ടും നല്ലതുപോലെ സംസാരിച്ച് നല്ലൊരു ഫാമിലി നോക്കി ചൂസ് ചെയ്ത് വരിക. ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.
അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓ പെയറിന് വരാനിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ബൈ.